എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും, യഹൂദാ ഗോത്രത്തിൻ സിംഹമേ. എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും, യഹൂദാ ഗോത്രത്തിൻ സിംഹമേ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവവചനം വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മളോട് എല്ലാവരും പറയും ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണം, അത് മനഃപ്പാഠമാക്കണം, അതിനെ ധ്യാനിക്കണമെന്ന് പറയും. എന്താണ് ദൈവവചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്? ദൈവവചനം എത്രത്തോളം എൻ്റെ ഉള്ളിൽ വെളിപ്പെടുന്നുവോ അത്രത്തോളം ക്രിസ്തു എന്നിൽ വെളിപ്പെടുന്നു എന്നാണ്. ദൈവവചനം എത്രത്തോളം ഞാൻ ധ്യാനിക്കുന്നുവോ അത്രത്തോളം ക്രിസ്തു എന്നിൽ വെളിപ്പെടുവാനായി തുടങ്ങും. ഞാൻ എന്ന വ്യക്തി എന്നിൽ കുറഞ്ഞു വരും, അല്ലെങ്കിൽ അത് മങ്ങിപ്പോകും. അതിന് പകരം ക്രിസ്തു എന്നിൽ വെളിപ്പെടുവാനായി തുടങ്ങും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അത്ഭുതകരമായി കർത്താവിനെ ധ്യാനിക്കുന്ന, ദൈവവചനത്തെ ധ്യാനിക്കുന്ന, ദൈവവചനം വായിക്കുന്ന ആത്മീയ സ്വഭാവമുള്ളൊരു വ്യക്തിയായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. നമുക്കിന്ന് ദൈവവചനത്തിലേക്ക് പോകാം. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 14-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പറയുക, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഓ ഹല്ലേലൂയ. ആരെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അവന്റെ വചനത്തിൽ അവൻ ജീവിക്കാൻ തുടങ്ങും. അടുത്ത വാചകം അറിയോ? അവന് ഞാൻ എന്നെ തന്നെ മാനിഫെസ്റ്റഡ് ആക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞ യേശു അവനിലൂടെ വെളിപ്പെട്ടു വരുമെന്ന്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. നിന്നിലുള്ള യേശു വെളിപ്പെട്ടു വരുമോ? യെസ്. നിന്നിലുള്ള യേശു വെളിപ്പെട്ടു വരുമോ? യെസ്. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്നവരോട് പറ, നിന്നിലുള്ള യേശു വെളിപ്പെട്ടു വരുമോ? യെസ്. ഒന്ന് ഉറക്കെ പറ, യെസ് യെസ് യെസ്. നിന്നിലുള്ള കർത്താവ് വെളിപ്പെടുമോ? യെസ്. നിന്നിൽ ഒരുവൻ ഉണ്ടെന്ന് നിനക്ക് അറിയാമോ? അവൻ വെളിപ്പെടുമോ? യെസ്.
അതെങ്ങനെ വെളിപ്പെടും ബ്രദറെ? സിമ്പിൾ ആണ്. നിന്നിലുള്ള യേശു മാനിഫെസ്റ്റഡ് ആകുന്നത് വചനത്തോടൊപ്പം നീ ഇരിക്കുമ്പോഴാണ്, വേർഡിനോടൊപ്പം നീ ഇരിക്കുമ്പോഴാണ്, വചനത്തോടൊപ്പം നീ ആയിരിക്കുമ്പോഴാണ്, വചനത്തോടൊപ്പം നീ ആയിരിക്കുമ്പോഴാണ്. ഒന്ന് കൈയടിച്ചു ആമേൻ പറ. വചനം നിന്നിൽ മെഡിറ്റേറ്റഡ് ആകുമ്പോ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. വചനം നിന്നിൽ ധ്യാനിക്കുമ്പോ നിന്റെ സന്ധി മജ്ജകളിൽ ഭാവ വികാരങ്ങളിൽ ചിന്തകളിൽ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് അത് വ്യാപരിച്ചിട്ട് നീ ഇല്ലാതാകും. നിന്നിലൂടെ ക്രിസ്തു വെളിപ്പെട്ടു വരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ നിന്നിൽ ഉണ്ടാകുന്നത്, ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ നിന്നിൽ വെളിപ്പെടുന്നത് ഏക കാരണമാണോ? ധാരാളം കാരണങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഞാൻ തൊടുക, അത് വേർഡ് ധ്യാനിക്കുമ്പോഴാണ്, വചനം ധ്യാനിക്കുമ്പോഴാണ്. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? എന്നെ കാണുന്ന നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പുസ്തകം വായിച്ചിട്ട് എത്ര നാളായി ക്രിസ്ത്യാനിയാന്ന് പറയാൻ ലജ്ജിക്കേ? പുസ്തകം വായിച്ചിട്ട് എത്ര നാളായി ക്രിസ്ത്യാനിയാന്ന് പറയാൻ ലജ്ജിക്കേ? വചനം ധ്യാനിക്കുമ്പോ അവൻ നിന്നിൽ മാനിഫെസ്റ്റഡ് ആകും. ഞാന് വളരെ ഉയർന്ന് പ്രയോജനപ്പെടുന്ന ദൈവവൃത്യന്മാരെ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ പാസ്റ്റർ ക്രിസ്, അതിൽ ഇഷ്ടമുള്ള ഒരാൾ കെന്നത്ത് കോപ്ലാൻ എന്ന് പറയുന്ന ദേവദാസൻ, അല്ല അതിൽ ഇഷ്ടമുള്ള ഒരാൾ കെന്നത്ത് ഹേഗൻ എന്ന് പറയുന്ന ദേവദാസൻ. കെന്നത്ത് കോപ്ലാനോട് ഞാൻ ഒരിക്കലൊരു അദ്ദേഹം പറയുന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു. ആ സാക്ഷ്യം ഇങ്ങനെയാണ്: ബ്രെഡിന് പൈസ കൊടുക്കാൻ കയ്യിൽ പൈസയില്ല, വീടിന് വാടക കൊടുക്കാൻ കയ്യിൽ പൈസയില്ല, പക്ഷേ തൻ്റെ കയ്യിലുള്ള പുസ്തകം വായിച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകം പറയുന്നത് വചനം, ഇത് വചനം പറയുന്നത് അത് ദൈവം എങ്കിൽ ഞാൻ ഈ വേർഡിനോടൊപ്പം ഇരുന്നാൽ ഞാൻ ദൈവത്തോടൊപ്പം ഇല്ലേ ഇരിക്കുന്നത്? ഞാൻ ഈ വചനത്തെ ധ്യാനിച്ചാൽ, വേർഡിനെ ധ്യാനിച്ചാൽ ഞാൻ ദൈവത്തെ ധ്യാനിക്കുകയല്ലേ ചെയ്യുന്നത്? വേർഡിനെ ധ്യാനിക്കുമ്പോൾ ഞാൻ ദൈവത്തെ ധ്യാനിക്കുന്നുവെങ്കിൽ എനിക്ക് എങ്ങനെ കുറവ് വരും? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഏകദേശം 80 ഫ്ലൈറ്റുകൾ, ഞാനൊന്നും കൂടെ ആ വാചകം പറയാം, ഏകദേശം 80ഓളം ഫ്ലൈറ്റുകൾ മറ്റു പാസ്റ്റേഴ്സിന് മേടിച്ചു കൊടുത്തയാളാണ് കെന്നത്ത് കോപ്ലാൻ എന്ന് പറയുന്ന കർത്താവിദാസൻ. ഈ ചിന്തിച്ചു, ഒരു ഫ്ലൈറ്റ് നമുക്കുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? 80 മേടിച്ചു കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അത് സ്വന്തമായ എയറോട്രാം ഉണ്ടെന്ന്, തൻ്റെ വീട്ടിലേക്ക് ഫ്ലൈറ്റ് വരും, താൻ വീട്ടിൽ പോകുന്നത് സ്വന്തം ഫ്ലൈറ്റിലാണ്, തൻ്റെ വീട്ടിലെ എയറോട്രാമിൽ ഇറങ്ങുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് ജസ്റ്റിനെ അതെല്ലാം. ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യൻ എങ്ങനെ ഇത്രയും ധനവാനായത്? ഈ മനുഷ്യൻ എങ്ങനെ ഏറ്റവും പ്രയോജനപ്പെട്ടത്? ക്രിസ്തു മാനിഫെസ്റ്റഡ് ആയി. ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നിലൂടെ വെളിപ്പെട്ടാൽ ഈ ലോകത്തിലെ സകല മഹത്വത്തെക്കാൾ മഹത്വം നിന്നിൽ വെളിപ്പെട്ടു വരും. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ലോകത്തിലെ ഒരു ഗ്ലോറിക്കും അതിനോടൊപ്പം എത്താൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഗ്ലോറിക്കും മുകളിലായിരിക്കും നീ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമുയർത്തി നല്ല ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒന്നും കൂടെ പറ, ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് നിന്നിൽ അത് മാനിഫെസ്റ്റഡ് ആകാത്തതെന്ന് ചോദിച്ചാൽ, നീ അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞിട്ട് അവനെ ധ്യാനിക്കണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെയാ ചിന്തിക്കാൻ പറ്റുന്നത്? ഞാനൊരു ചോദ്യം എന്നോട് കർത്താവ് ചോദിച്ചോണേ, നിനക്ക് വികാരങ്ങളോ ഉണ്ടാക്കുന്ന ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായാൽ, ആ ചിന്തയൊന്ന് അല്പനേരം ചിന്തിച്ചാൽ അത് നിന്റെ ശരീരത്തിൽ പ്രകടമാക്കുന്ന വികാരങ്ങൾ കൊണ്ടുവരുവാൻ ആ ചിന്തയ്ക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ കമലഹാസന്റെ സിനിമ കാണുമായിരുന്നു. എനിക്ക് ആ പടത്തിൽ ഇഷ്ടമുള്ളത് കമലഹാസന്റെ മരം ചുറ്റി പ്രേമമായിരുന്നു. ആ കമലഹാസനാണ് ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആരെങ്കിലും ഒക്കെ അങ്ങ് പ്രേമിക്കും. ആ ചിന്താധാരയിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകളും സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ടോ? അതെൻ്റെ മനസ്സിനെ, ശരീരത്തെ കുളിരണിയിക്കുന്നതാണ് എങ്കിൽ, ആ ചിന്തയ്ക്ക് പോലും എൻ്റെ ശരീരത്തിൽ വെളിപ്പെടാൻ ശക്തിയുണ്ടെങ്കിൽ,
കർത്താവിന്റെ വചനം എൻ്റെ അകത്തും മെഡിറ്റേഷനായി ചിന്തകളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ എത്രയധികമായി എൻ്റെ കൈകാലുകളിലൂടെ, എൻ്റെ കണ്ണുകളിലൂടെ, എൻ്റെ കാലുകളിലൂടെ, എൻ്റെ ശരീരഭാഗങ്ങളിലൂടെ അത് വെളിപ്പെട്ടു വരാതിരിക്കും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ആരോടോ വൈരാഗ്യം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി, ആ ചിന്ത കുറച്ചു നേരം ചിന്തിച്ചു. സോളി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കൈ മുറുക്കി പിടിക്കാൻ തോന്നും, ആ തറയിലോട്ട് ഇടിയിടിക്കാൻ തുടങ്ങും. ഒരു ദേഷ്യം വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വികാരം നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും. സ്വർഗ്ഗം എന്നോട് ചോദിച്ചു, ജോണേ, ഈ ലോകത്തിലെ ചിന്തയ്ക്ക് പോലും നിന്റെ ശരീരത്തിൽ വെളിപ്പെടാൻ പറ്റുമെങ്കിൽ എൻ്റെ വചനത്തിന് എത്രയധികമായി നിന്റെ ശരീരത്തിൽ മാനിഫെസ്റ്റഡ് ആകാം. എന്റെ പുത്രനെ എത്രയധികമായി മാനിഫെസ്റ്റഡ് ആകാം. അവൻ വചനമാണ്. അത് എൻ്റെ അകത്തേക്ക് വന്ന് എൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അത് എൻ്റെ ശരീരത്തിലൂടെ വെളിപ്പെട്ടു വരുവാനായി തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പെടുന്ന ഒരാൾ കൈവയ്ക്കുമ്പോ അത്ഭുതങ്ങൾ ഉണ്ടാകും. അങ്ങനെ വെളിപ്പെടുന്ന ഒരാൾ വാ തുറക്കുമ്പോ പ്രൊഫസി ഉണ്ടാകും. അങ്ങനെ വെളിപ്പെടുന്ന ഒരാൾ നോക്കുമ്പോ വെളിപ്പാടുകൾ ഉണ്ടാകും. അങ്ങനെ വെളിപ്പെടുന്ന ഒരാൾ അയാളുടെ നിഴൽ തട്ടിയാൽ രോഗി സൗഖ്യമാകും. കാരണം ആ വ്യക്തിയല്ല അയാളിൽ മാനിഫെസ്റ്റഡ് ആയിരിക്കുന്നത്, ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ യേശുവാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിൽ ഏതെങ്കിലും കോപത്തിന്റെ വികാരം ഇരിക്കുമ്പോ, ഒരാളുടെ അടുക്കൽ ഇരിക്കുമ്പോ അയാൾ പറയും, എന്താ നീ ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുന്നത്? നീ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത വരുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രകടമാക്കാത്ത വികാരമാണെങ്കിൽ പോലും നിങ്ങളുടെ സാമീപ്യമുള്ള ആൾക്ക് ആ വികാരത്തെ ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ പ്രകടമാക്കുന്ന ദൈവവചനം നിന്നിൽ വെളിപ്പെട്ടാൽ എത്രയധികം അടുത്തിരിക്കുന്ന ആളിനെ സ്പർശിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. Come on, come on, come on, come on. Limana salabo no rosidana. ഒന്ന് ചേർന്ന് കൈയടിച്ചുകൊണ്ട് പറ. ഒരു ഹല്ലേലൂയ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറ. വചനം എന്നിൽ വെളിപ്പെടുമ്പോ പറ. വചനം എന്നിൽ മാനിഫെസ്റ്റഡ് ആകുമ്പോ ക്രിസ്തു എന്നിൽ മാനിഫെസ്റ്റഡ് ആകുകയാണ്. ക്രിസ്തു എന്നിൽ മാനിഫെസ്റ്റഡ് ആകേണ്ടതിന് വചനം എന്നിൽ ധ്യാനിക്കപ്പെട്ടാൽ മതി. ക്രിസ്തു എന്നിൽ വെളിപ്പെടേണ്ടതിന് വചനം എന്നിൽ ധ്യാനിച്ചാൽ മതി. യേശു പറയുക, വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോ, എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുമ്പോ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ കൽപ്പനകളിൽ നിങ്ങൾ ജീവിക്കുമ്പോ. ഹല്ലേലൂയ. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്നാ സോളി? നിങ്ങൾ എൻ്റെ കൽപ്പനകളിൽ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വേർഡിൽ ജീവിക്കുമ്പോ ഞാൻ നിങ്ങളിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പറ, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളിൽ അവൻ വെളിപ്പെട്ടു വരും. God will manifest through you. Ranu rosi naha saha roko landoni andha la salabahato. യേശു നിന്നിൽ വെളിപ്പെടാൻ എന്ത് ചെയ്യണം? യേശു നിന്നിൽ മാനിഫെസ്റ്റഡ് ആകാൻ എന്ത് വേണം? നിന്നിൽ വചനം വെളിപ്പെടുമ്പോ യേശു നിന്നിൽ വചനം നിന്നിൽ പ്രവർത്തിക്കുമ്പോ യേശു നിന്നിൽ പ്രവർത്തിക്കുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, വചനം നിന്നിൽ പ്രവർത്തിക്കുമ്പോ യേശു നിന്നിൽ പ്രവർത്തിക്കുകയാണ്. വചനം നിന്നെ നിയന്ത്രിക്കുമ്പോ യേശു നിന്നെ നിയന്ത്രിക്കുകയാണ്. വചനം നിങ്ങളിൽ മെഡിറ്റേറ്റഡ് ആകുമ്പോ യേശു നിങ്ങളിൽ മെഡിറ്റേറ്റഡ് ആകുകയാണ്. വചനം നിന്നിൽ മാനിഫെസ്റ്റഡ് ആകുമ്പോ യേശു നിന്നിൽ മാനിഫെസ്റ്റഡ് ആകുകയാണ്. വചനം നിന്റെ ഉള്ളിൽ നിറയുമ്പോ യേശു നിന്നിൽ നിറയുകയാണ്. നിന്റെ ജീവിതം വേർഡിനോട് ചേർന്നിരിക്കട്ടെ. യേശു നിന്നിൽ മാനിഫെസ്റ്റഡ് ആകും. അടുത്തിരിക്കുന്ന ആളോട് പറ, കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ.
ഒന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിന്നിൽ വസിക്കട്ടെ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന റിച്ച്ലി, ഓ സമൃദ്ധിയായി വസിക്കട്ടെ. ഒന്ന് പറ, സമൃദ്ധിയായി വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം സമൃദ്ധിയായി വസിക്കട്ടെ. എത്രയധികം വചനം സമൃദ്ധിയായി വസിക്കുന്നു, അത്രയധികം യേശു നിന്നിൽ വെളിപ്പെടും. പത്രോസും യോഹന്നാനും ശിഷ്യന്മാരിൽ 12 പേരോടൊരു ചോദ്യം ചോദിക്കാം. 6-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, എബ്രായരുടെ ഇടയിൽ, യൗവനക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്, വിധവമാരെ ഇവര് കരുതുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആഹാരം വിളമ്പിക്കൊടുക്കുന്നിടത്ത് വഴക്കുണ്ട്, എന്ത് ചെയ്യാം, എന്ത് പരിഹരിക്കാം? യോഹന്നാനും പത്രോസും അടങ്ങുന്ന സംഘം പറഞ്ഞു, ഞങ്ങൾ വരത്തില്ല. പിന്നെ നിങ്ങൾ എന്തോ ചെയ്യും? അവര് ചെയ്യുന്ന കാര്യം, ഞങ്ങൾ വചനവും വായനയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. പ്രശ്നം തീർക്കാൻ ഞങ്ങൾ വരത്തില്ല. ഒന്ന് പറഞ്ഞേ, പ്രശ്നം തീർക്കാൻ ഞങ്ങൾ വരത്തില്ല. അയ്യോ, നമ്മൾ ആരെങ്കിലും ആണ്, ഞാനാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ പാസ്റ്ററിന് പ്രശ്നം തീർക്കാൻ സമയമല്ല, പിന്നെ ഇതിനെ നേതാവായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞേനെ. പക്ഷെ പത്രോസ് പറയുകയാണ്, പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്ക് വരാൻ വയ്യ, കാരണം ഞങ്ങൾ വചനം വായനയിലും പ്രാർത്ഥനയിലും ഇരിക്കും. ആ പ്രശ്നം തീർക്കാൻ ആത്മാഭിഷേകമുള്ള ആർക്കെങ്കിലും ഞങ്ങൾ നിയോഗിക്കാം, അവർ വന്ന് ആ പ്രശ്നങ്ങൾ തീർക്കട്ടെ. ഞാൻ പത്രോസിനോട് ചോദിക്കാം, പത്രോസെ, വചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലുമുള്ള പ്രത്യേകത എന്താ? അവൻ പറയും, വചനം ധ്യാനിക്കുന്നത് കൊണ്ട് എൻ്റെ നിഴൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഓ, ഹല്ലേലൂയ പറയാവോ? വചനമാണ് എൻ്റെ നിഴൽ പോലും അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പൗലോസ് പറയാം, എൻ്റെ ഉത്തരീയം പോലും അത്ഭുതം ചെയ്യുന്നത്. ഞാൻ ഒരാളുടെ മുകളിൽ വീണ് കിടന്നു പ്രാർത്ഥിച്ചു, അല്ല, അവന്റെ മേലിഞ്ഞൊന്ന് തഴുകി, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. തബീത ഉയർത്തെഴുന്നേറ്റ് വന്നു. 3-ാം നിലയുടെ മേളിൽ നിന്ന് വീണവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. ജന്മനാൽ ചപ്പനായി പോയ കാലുകൾ തളർന്നുപോയവൻ എഴുന്നേറ്റ് നടന്നു. എന്താ ഇതിന്റെ കാരണം? ക്രിസ്തു എന്നിൽ മാനിഫെസ്റ്റഡ് ആയി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമേർദ്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പലപ്പോഴും സ്റ്റെഫാനോസിനെ കല്ലെറിയുന്നവർ സ്റ്റെഫാനോസിനെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്. സ്റ്റെഫാനോസിനെ കല്ലെറിയുന്നവർ അവനെ നോക്കി പറയുക, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നത് ഞങ്ങൾ കണ്ടെന്ന്. ഹല്ലേലൂയ. വിരോധികളായിരിക്കുന്നവർ പോലും സ്റ്റെഫാനോസിനെ കണ്ടിട്ട് പറഞ്ഞു, അല്ലല്ല, ഇവനെ കല്ലെറിയുമ്പോൾ ഇവന്റെ മുഖം വാടുകയും നീരുവയ്ക്കുകയും മരിക്കുന്നതിനുള്ള വേദന പറയുക ചെയ്യേണ്ടത്. പക്ഷേ കല്ലെറിയുമ്പോൾ അവൻ ആത്മാവിൽ നിറയുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. കഴിഞ്ഞില്ല, അവന്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിക്കുന്നു. എന്താ സ്റ്റെഫാനോസെ കാരണം? അവൻ പറയും, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, എന്നിൽ വെളിപ്പെടുന്നത് ക്രിസ്തുവാണ്. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഏകദേശം 10-25 കൊല്ലത്തിൽ കൂടുതലായി. പക്ഷേ ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായി പ്രകാശിക്കപ്പെട്ട ദൈവവചനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എനിക്ക് തോന്നുക, എക്സ്ട്രാordinary ലൈഫ് ജീവിക്കണം. അത് പണമായിട്ട് നിങ്ങൾ കാണരുത്, അത് സമ്പത്ത് മാത്രമായിട്ട് കാണരുത്, അല്ല, അത് സ്പിരിച്വൽ മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. എല്ലാ വിധത്തിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. എല്ലാ വിധത്തിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം. ഒന്ന് ശബ്ദം ഉയർത്തി പറ, എല്ലാ വിധത്തിലും യേശുവിനെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറ, എല്ലാ വിധത്തിലും യേശുവിനെ വെളിപ്പെടുത്തണം. ആമേൻ. പറ. എല്ലാ വിധത്തിലും യേശുവിനെ വെളിപ്പെടുത്തണം. അങ്ങനൊരു ജീവിതമാണ് യേശു എന്നെ കുറിച്ച് അല്ലെങ്കിൽ വിഭാഗനം ചെയ്തിട്ടുള്ളത്. അതിനാണ് യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്തത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും കർത്താവ് എൻ്റെ ഉള്ളിൽ വാസം ചെയ്തിട്ടും എല്ലാ വിധത്തിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം എനിക്ക് നടത്താൻ പറ്റുന്നില്ല എങ്കിൽ സ്വർഗം വേദനിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു മരിച്ച് നിത്യതയിൽ ചെല്ലാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. എല്ലാ വിധത്തിലും ക്രിസ്തുവിനെ കാണിക്കുന്ന വ്യക്തിയായി ജീവിപ്പാനാണ് യേശു എന്നെ വിളിച്ചത്. ആമേൻ. ദൈവജനത്തിൽ ഞാൻ നിറയുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഞാൻ നിറയുന്നു എന്നാണ്. ദൈവജനം എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുന്നു. വചനം മാനിഫെസ്റ്റഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ മാനിഫെസ്റ്റഡ് ആകുന്നു എന്നാണ്.
കർത്താവ് നമ്മളിൽ വെളിപ്പെടട്ടെ. കർത്താവ് നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ദൈവവചനത്തോടൊപ്പമാകണം. എല്ലാ മേഖലയിലും ക്രിസ്തു വെളിപ്പെടുന്ന ഒരു വ്യക്തിയായി കർത്താവ് നമ്മളെ മാറ്റട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ അമ്മയുടെ പേര് ശകുന്തള. മാവിളക്കടവെന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അമ്മയ്ക്ക് 2 സാക്ഷ്യമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ സാക്ഷ്യം ജപ്തി മാറിപ്പോയെന്നാണ് അമ്മ പറയുന്നത്. അമ്മ അടിപൊളി ഒരു സാക്ഷ്യമാണല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. അമ്മയുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായിട്ട് ലോൺ എടുത്തിരുന്നു. അത് അടയ്ക്കാതെ പലിശ കൂടിയിരുന്നു. അങ്ങനെ ജപ്തിയായതിനു ശേഷം അമ്മയ്ക്ക് ഒട്ടും അത് അടയ്ക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, ഇനി പലിശ അടയ്ക്കണ്ട, മുതൽ മാത്രം അടച്ചാൽ മതി. അങ്ങനെ അമ്മ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്രയും നാൾ അടയ്ക്കുകയോ ചെയ്തില്ല, പലിശയും കൊടുക്കേണ്ടി വന്നില്ല. അടിപൊളി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. രണ്ടാമത്തെ സാക്ഷ്യം, അമ്മയ്ക്ക് ചെവി വേദന വന്നിരുന്നു 1 മാസം മുമ്പേ. അന്ന് ചർച്ച വന്ന് പ്രാർത്ഥിച്ച് ചെവി വേദന മാറിപ്പോയി. വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെവി വേദന വീണ്ടും വന്നു. അമ്മ പറഞ്ഞു, ഇത് ഇപ്പോൾ തന്നെ മാറിപ്പോകണം എന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന്. ആ നിമിഷം തന്നെ ചെവി വേദന മാറിപ്പോയെന്ന്. സാക്ഷ്യപ്പെടുത്തിന്റെ പുറകില് സൗഖ്യമായി. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ട് വേണം. ബ്രദറെ, ഈ സിസ്റ്റർ പേര് റിജി എന്നാണ്. അമ്പലം എന്ന സ്ഥലത്ത് നിന്ന് സിസ്റ്റർ വരുന്നത്. അമ്പലം, അങ്ങനെ സ്ഥലമുണ്ട്. ഓക്കെ, പറഞ്ഞേട്ടെ. ഈ സിസ്റ്ററിന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഭയങ്കരമായിട്ടുള്ള നെഞ്ചുവേദനയും നെഞ്ചെടുപ്പും ഉണ്ടായിരുന്നു. എനിക്ക് ഒന്ന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഓക്കെ. അത് കാരണം സിസ്റ്ററിന് നടക്കാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റാതെ 1 ആഴ്ച കംപ്ലീറ്റ് ബെഡിലായിരുന്നു സിസ്റ്റർ. ഹോസ്പിറ്റലിൽ പോയി എക്കോ എടുത്ത് എല്ലാം എടുത്ത് നോക്കിയിട്ട് ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ സിസ്റ്ററിന് ഈ അസുഖം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന സിസ്റ്റർ. ബ്രദറെ, ഈ സിസ്റ്റർ പേര് സ്വപ്ന എന്നാണ്. കൊലശേഖരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് 7-8 മാസം മുന്നേ രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് തൊണ്ട അടഞ്ഞിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ആഹാരം കഴിക്കാനോ ഒന്നിനും പറ്റാത്തൊരു ശബ്ദമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ പ്രാർത്ഥിച്ചത് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്ന ചേച്ചിക്ക് വേണ്ടി ശബ്ദമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ. വെള്ളം കുടിക്കാനോ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പോലും പക്ഷെ തടിയിട്ട് കുറയുന്നുമില്ല. ഓക്കെ, പറ. അങ്ങനെ ഓട്സ് മാത്രം കുടിച്ചായിരുന്നു സിസ്റ്റർ 7 മാസം മുന്നോട്ട് പോയിരുന്നത്. പ്രയാസമായിരുന്നു. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ തൊണ്ട അടഞ്ഞിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ENT ഡോക്ടറെ കണ്ടു, എൻഡോസ്കോപ്പി എല്ലാം ചെയ്തിട്ടും ഒരു പ്രോബ്ലം ഇല്ലാന്ന് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര നാട്ടിലുണർവിന് വന്നു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അന്നോട്ട് ഒരു പ്രോബ്ലം ഇല്ല, ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാന്ന് സിസ്റ്റർ. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് സുജ. നെടുവാൻവിള എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്റർ പറയുന്നത് 2 ആഴ്ച മുമ്പ് സിസ്റ്ററിന് അതികഠിനമായ പനിയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ യാതൊരു കുറവും വന്നില്ല. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവറിന് പ്രോബ്ലം ഉണ്ട്, അതേപോലെ കൗണ്ട് കുറവാണെന്ന് കണ്ടെത്തി. ബ്രദർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ അതെല്ലാം മാറി. പിന്നെ ടെസ്റ്റ് ചെയ്തു, അതെല്ലാം നോർമലാണെന്നാണ് ടെസ്റ്റ് കണ്ടത്. ലിവറൊക്കെ ശരിയായി. അതിൻ്റെ പേപ്പറും കൂടെ കൊണ്ടുവരണം, എന്നാലേ നമുക്ക് വിശ്വസിക്കാം. ഇതിൽ മുഴുവൻ കള്ളത്തരമാണെന്ന് ആളുകൾ പറഞ്ഞോളേ. ഓക്കെ, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ബ്രദർ, ഈ അമ്മയുടെ പേര് ശശികല. പൊഴിയൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അമ്മയുടെ മകന് ദൈവം കൊടുത്ത സൗഖ്യം പറയാനാണ് ആയിരിക്കുന്നത്. അമ്മയുടെ മകൻ ആക്സിഡന്റിനെ തുടർന്ന് കാൽമുട്ടിലെ ചിരട്ട പൊട്ടിപ്പോയി. തക്ക സമയത്ത് സർജറി നടന്നില്ല. അമ്മ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്ത ആ ദിവസം അവിടെ സർജറി നടന്നു, പൂർണ്ണ സൗഖ്യമായെന്നാണ് അമ്മ. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സുനിത എന്നാണ്. അമരവിള എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. 5 വർഷത്തോളം ഈ സിസ്റ്ററിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴത്തേക്കും ബ്രസ്റ്റിനകത്ത് കട്ടിയുണ്ടോയെന്ന് പറഞ്ഞു. അത് കാരണം കിടക്കാനോ സിസ്റ്ററിന് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എപ്പോഴും വേദനയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, ബ്രസ്റ്റിനകത്ത് മുഴയുണ്ട്, ഇപ്പോൾ തന്നെ അത് മാറുന്നുണ്ടോയെന്ന് പറഞ്ഞു. അതിനുശേഷം സിസ്റ്ററിന് ഇതുവരെ വേദന വന്നിട്ടില്ല, പൂർണ്ണ സൗഖ്യമായെന്ന സിസ്റ്റർ സാക്ഷ്യപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും അത് ഓർമ്മിക്കുന്നോ? ഞാൻ ഈ ചേച്ചി വിളിച്ച് ദൂത് പറഞ്ഞ് കണ്ടവരാരെങ്കിലും ഉണ്ടോ? നെഞ്ചുവേദനയോ? വാ, ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. നീർക്കെട്ട് വരും, അത് നിങ്ങളുടെ പുറത്ത് വരും. എന്നാൽ ഇന്നത് സൗഖ്യമാവും. നിങ്ങൾക്ക് നെഞ്ചുവേദന പറയുന്നെങ്കിലും എനിക്ക് നിങ്ങളുടെ വലത്തെ നെഞ്ചിലെ ഒരു കാര്യം കാണാം. അവിടെ തടിപ്പുള്ളതുപോലെ, കട്ടിയുള്ളതുപോലെ കാണാം. അതുകൊണ്ട് ശ്വാസം വലിച്ചുവിടാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇന്ന് നിങ്ങൾ സൗഖ്യമാവും. മുന്നോട്ട് വാ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം ഈ കുടുംബത്തെ തൊട്ടാട്ടെ.
ആ ശക്തി അഴിയട്ടെ, ആ ശക്തി അഴിയട്ടെ, ആ ശക്തി അഴിയട്ടെ. അന്ന് തന്നെ സൗഖ്യമായി. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. ഒന്ന് ചോണയായിട്ട് കൈയടിച്ചേ. വണ്ടർഫുൾ, താങ്ക് യു ജീസസ്. സന്തോഷമായിട്ട് പോയിട്ട്. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ക്രിസ്തു വെളിപ്പെടുന്ന ദൈവവചനത്തിൽ നിറഞ്ഞ അനുഭവം അപ്പോൾ ഈ കുടുംബങ്ങളിൽ അപ്പോൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഇവരെല്ലാം ക്രിസ്തുവിന് പകരക്കാരാകട്ടെ. അപ്പോൾ ഈ വചനം കേട്ട ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ആ ബോധമുണ്ടാകട്ടെ. അപ്പോൾ യേശുവിനെ പോലെ ആകാൻ, ക്രിസ്തുവിന് പകരമാകുവാൻ ഇവരോരോരുത്തരും അപ്പോൾ നിൻ്റെ കൃപ ഇവരുടെ മേൽ ചലിക്കണം. അപ്പോൾ ഇവരോരോരുത്തരും അങ്ങനെ ആയിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, താങ്ക് യു ജീസസ്. സകലത്തെയും യേശുവിന് മുൻപിലായിരുന്ന സകലത്തെയും യേശു ജയിക്കുവാനിടയായതുപോലെ കാറ്റിനോടും കടലിനോടും അടങ്ങാനും ശാന്തമാകുവാനും പറഞ്ഞതുപോലെ മുൻപിലായിരിക്കുന്ന സകല പ്രശ്നത്തെയും ആത്മീയമായി നേരിടുവാൻ കർത്താവെ, ക്രിസ്തു വെളിപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയായിരിക്കുന്നു അങ്ങനെ ആകുവാൻ തക്കോണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുന്നവർക്ക് നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ ആരോഗ്യങ്ങളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പിശാചിൻ്റെ വാദം അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. അവൻ്റെ തന്ത്രങ്ങൾ കർത്താവെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ ശക്തി കർത്താവെ പൊസസ് ചെയ്യുന്നത് നീങ്ങിപ്പോകട്ടെ. അപ്പോൾ അതിന് പകരം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അപ്പോൾ താങ്ക് യു ജീസസ്. കർത്താവെ, സകല കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ ചലിക്കണം. അപ്പോൾ സൗഖ്യം ചലിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് മാനിഫെസ്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.